അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്തിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായി സ്വാഗതം. ഈ ക്ലാസ്സിൽ ഞാൻ ഈ പാഠഭാഗത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ചെയ്യുന്നുണ്ട്. ഈ പാഠഭാഗത്തിൽ നാം 4 കൂട്ടുകാരെ പരിചയപ്പെടുന്നു. ഈ 4 കൂട്ടുകാരും പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഈ 4 കൂട്ടുകാരും യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവധിക്കാലം തീരുന്നതിന് മുമ്പ് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവരോടൊപ്പം ഒരു യാത്രയ്ക്ക് പോകാം. ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ആളാണ് നീനു. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. അടുത്ത ആളാണ് അപ്പു. എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. അടുത്ത ആള് വിക്കി. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അടുത്ത ആളാണ് ചമേലി. ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഇവിടെ ഇവൾ അസം സ്വദേശി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവൾ ആസാമിൽ നിന്ന് വന്ന ഒരു സ്വദേശിയാണ്. അതുകൊണ്ടാണ് ഇവളിവിടെ അസം സ്വദേശി എന്ന് പറഞ്ഞത്. പിന്നീട് ചമേലി പറയുകയാണ്, ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതര സംസ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കേരളത്തിൽ പല സ്ഥലത്തായി കൂട്ടമായി താമസിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇവളും താമസിക്കുന്നത്. പിന്നീട് തൊട്ട് താഴെയായി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നിട്ടുണ്ട്. കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ച് ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. നമുക്കറിയാം, നമ്മളും ഇവരോടൊപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര പോവുകയാണല്ലേ. അപ്പോൾ നമ്മളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ചിത്രം വരക്കണം. തൊട്ടടുത്തായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോക്സിൽ എഴുതണം. അപ്പോൾ നമ്മളെ പറ്റി എഴുതുമ്പോൾ ആദ്യം നമ്മുടെ പേര് എഴുതും. പിന്നീട് നമ്മുടെ ക്ലാസ്, വയസ്സ് എന്നിവയൊക്കെ എഴുതി ചേർക്കുക. പിന്നീട് നാം എവിടെയാണ് താമസിക്കുന്നത്, പിന്നീട് നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്, നമ്മുടെ വീട്ടിലുള്ള അമ്മയുടെയും അച്ഛൻ്റെയും ജോലി എന്താണ്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെക്കുറിച്ചിട്ട് ഒന്ന് വിവരിച്ച് എഴുതുക. പിന്നീട് അടുത്തത് നമുക്ക് യാത്രയ്ക്കൊരുങ്ങാം അല്ലേ. അപ്പോൾ പീലി പറയുകയാണ്, നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം എന്താണ്? അതെ, നീനു എന്തിലാണ് സഞ്ചരിക്കുന്നത്? ഒരു വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. അടുത്ത ആൾ നമ്മുടെ വിക്കി പറയാണ്. വിക്കിക്ക് എന്തോ പറയാനുണ്ട്. വിക്കി പറയുന്നു, പാപ്പയും മമ്മിയും മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ചമേലി പറയുന്നു, ഞാൻ എവിടെ പോയാലും മാക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. കാരണം എന്താണ്? അതെ, അവൾ ആസാമിൽ നിന്ന് വന്ന ഒരു സ്വദേശിയാണ്. അപ്പോൾ നമുക്കൊക്കെ അവളെ കാണുമ്പോൾ ഇവൾ ആസാമിൽ നിന്ന് വന്നതാണല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. അതാണ് ഇവളിവിടെ ഉദ്ദേശിച്ചത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കില്ലെന്ന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. പിന്നീട് അപ്പു പറയുകയാണ്, അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാമെന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. തൊട്ടടിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങുകയല്ലേ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? തായ് നിങ്ങളെ വരച്ച് ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെട്ടിക്കോളത്തിൽ നിങ്ങളെ വരയ്ക്കാം. തൊട്ടടുത്ത് നമ്മുടെ ആശയം എഴുതണം അല്ലേ. നമുക്കുണ്ടാകുന്ന ആശങ്ക. അമ്മ പോകാൻ സമ്മതിച്ചു, എന്നാൽ അമ്മയുടെ പേടി വായി മാറിപ്പോയി കാണാതാകുമോ എന്നായിരുന്നു. പിന്നീട് അങ്ങനെ ഇവർ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇവർ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ്. അപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ ബാഗിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഒപ്പം അവർക്ക് പല ആശങ്കകൾ അവരുടെ മനസ്സിൽ ഉദിക്കുകയാണ്. അപ്പോൾ അത്തരം ആശങ്കകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചമേലിയുടെ മനസ്സിൽ വരുന്നത് മറ്റുള്ളവർ മാറ്റി നിർത്തുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. അപ്പുവിൻ്റെ മനസ്സിലാകട്ടെ അമ്മ ഒറ്റയ്ക്കാകുമോ എന്നുള്ള പേടി. അപ്പോൾ നീനും എന്താ കരുതുന്നത്? എല്ലായിടത്തും പോകാനാകുമോ? അപ്പോൾ വിക്കി കരുതുകയാണ്, നഗരത്തിലെ സൗകര്യം ഉണ്ടാകുമോ? പിന്നീട് നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇവരോടൊപ്പം യാത്രയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ബാഗിൽ എന്തൊക്കെ സാധനങ്ങളാണ് കരുതി വെക്കുക എന്നതൊക്കെ ഈ ഒരു പെട്ടിക്കോളത്തിൽ വരച്ച് തൊട്ടടുത്ത് നമുക്ക് നമ്മുടെ ആശങ്ക എഴുതണം. അപ്പോൾ യാത്രയ്ക്കിടയിൽ വല്ല ആപത്തും ഉണ്ടാകുമോ എന്നതാണ് നമ്മുടെ ആശങ്ക.
അങ്ങനെ അവർ പീലിയുടെ ഗ്രാമത്തിലേക്ക് പാട്ടും പാടി പോവുകയാണ്. അപ്പോൾ പീലിക്കൊരാഗ്രഹം, ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? അപ്പോൾ വിക്കി പാടുകയാണല്ലേ. ഒന്നാം മലയിൽ കയറേണ്ടേ, അവിടുന്ന് തലകുത്തി മറിയേണ്ടേ. പിന്നീട് നമ്മോടൊരു യാത്രാഗാനം എഴുതാൻ വേണ്ടിയിട്ട് തൊട്ടടിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യാത്രാഗാനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നടന്ന് അവർ പീലിയുടെ ഗ്രാമത്തിലെത്തുകയാണ്. ഹായ്, അതാ പീലിയുടെ ഗ്രാമം, അതാ പീലി. അപ്പോൾ പീലി പറയാണ്, എന്താ ഇത്ര നേരം വൈകിയത്? ഞാൻ എത്ര നേരമായെന്ന് ഇവിടെ കാത്തു നിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അവരിങ്ങനെ നേരം വൈകാൻ കാരണം? അപ്പോൾ പീലിക്കുള്ള മറുപടി നമ്മളിവിടെ എഴുതി ചേർക്കണം. ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ വന്ന വഴി കുറച്ചു നേരം വിശ്രമിച്ചു, അതിനാലാണ് നേരം വൈകിയത്. പിന്നീട് പീലി അവളുടെ കൂട്ടുകാരെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. തൊട്ടടുത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമം പച്ചപ്പ് കൊണ്ട് നിറഞ്ഞതായിരിക്കും. അവിടെ ചെറിയ മണ്ണിട്ട റോഡിൻ്റെ ഇരുവശത്തിലും ചെറിയ ചെറിയ വീടുകളും നിറയെ മരങ്ങളും ഉണ്ടായിരിക്കും. അവിടെ ശലഭങ്ങൾ പൂക്കൾക്ക് മീതെ ആടിയുല്ലസിച്ച് തേൻ കുടിക്കുന്നുണ്ടാകും. മനോഹരമായ കാഴ്ചകളുടെ പൂന്തോപ്പായിരിക്കും പീലിയുടെ ഗ്രാമം. തൊട്ടടിയിൽ പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാചിത്രം നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് വരച്ച് ചേർക്കുക. അങ്ങനെ ഈ 4 കൂട്ടുകാരും പീലിയുടെ വീട്ടിലെത്തുന്നു. പീലിയുടെ വീട്ടിലെത്തിയപ്പോൾ പീലി തൻ്റെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ